നവതിയുടെ നിറവിലേക്കടുക്കുമ്പോൾ വിസ്മയകരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കിയിരിക്കുകയാണ് കുന്നംകുളത്തിനടുത്തുള്ള പെങ്ങാമുക്ക് ഹൈസ്കൂൾ. 87ാം വാർഷികാഘോഷത്തിനായി ഒരുങ്ങിയിരിക്കുന്ന 5 മുതൽ 10 വരെ ക്ലാസുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രം ഇപ്പോൾ അവിശ്വസനീയമായ നേട്ടങ്ങളുടെ നെറുകയിലാണ്. കഴിഞ്ഞ 87 വർഷങ്ങളായി പെങ്ങാമുക്കിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരുടെ വിദ്യാഭ്യാസ അഭയകേന്ദ്രമാണ് പെങ്ങാമുക്ക് ഹൈസ്കൂൾ. എന്നാൽ 2024 മാർച്ച് വരെ സ്കൂളിനെ സംബന്ധിച്ച വാർത്തകൾ അത്ര ശുഭകരമായിരുന്നില്ല. 1000-ലേറെ കുട്ടികൾ ഒരു കാലത്ത് പഠിച്ചിരുന്ന ഈ സ്കൂളിൽ 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതിയത് വെറും 28 പേരായിരുന്നു. കുട്ടികളുടെ ക്രമാതീതമായ കൊഴിച്ചിലിനൊപ്പം അധ്യാപകരും പല ജില്ലകളിലുള്ള സ്കൂളുകളിലേക്ക് പ്രൊട്ടക്ഷന്റെ ഭാഗമായി പോകേണ്ടി വന്നു. സ്കൂളിന്റെ കെട്ടിടങ്ങളാണെങ്കിൽ പഴകി ദ്രവിച്ച് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന നിലയിലായിരുന്നു. എന്നാൽ ആ ദുരിതകാലത്തിനൊടുവിൽ ഇപ്പോഴിതാ കാര്യങ്ങൾ വേറെ ലെവലായി മാറിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും ഒപ്പം സ്കൂളിനെ സ്നേഹിക്കുന്ന സർവർക്കും മുൻപിൽ അമ്പരപ്പിന്റെ പുതിയൊരു കാഴ്ച തുറന്നിട്ട് പുത്തൻ രൂപഭാവങ്ങളുടെ പ്രസരിപ്പിൽ തിളങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ കുന്നംകുളം പെങ്ങാമുക്കുള്ള ഈ ഹൈസ്കൂൾ. ഒരു വർഷത്തിനു മുമ്പ് ഇവിടെ ഇങ്ങനെ കണ്ടിരുന്ന കെട്ടിടങ്ങളും സ്കൂളുമൊക്കെ ഇപ്പോൾ അങ്ങനെയല്ല. ചുറ്റുമുള്ള പാഴ്മരക്കാട് മുഴുവൻ വെട്ടിത്തെളിച്ച് ഒപ്പം പഴയ സ്റ്റേജടക്കം പഴക്കമേറിയ പഴകി ദ്രവിച്ച ബിൽഡിങ്ങുകളടക്കം പൊളിച്ച് അടിമുടി മാറി മികവിന്റെ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ വിദ്യാലയം. തലമുറകളായി ഇവിടെ പഠിച്ചവരുടെ നൊസ്റ്റാൾജിയയ്ക്കപ്പുറം ഇനി പഠിക്കാനിരിക്കുന്നവരുടെ ആവശ്യങ്ങളാണ് സ്കൂളിന്റെ പുനർജനനത്തിന് അമൃതാകുന്നതെന്ന് പുതിയ മാനേജ്മെന്റിനെ കൃത്യമായിട്ടറിയാം. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന സ്കൂൾ ബസ് കൃത്യമായി സർവീസ് തുടങ്ങുകയും സ്കൂൾ ഗ്രൗണ്ടിന്റെ വലിപ്പം വർദ്ധിപ്പിച്ച് കായിക പ്രണയികളുടെ കയ്യടി നേടുകയും ചെയ്തതും ഇക്കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെയാണ്. ഭൗതികമായ ഈ ഒട്ടേറെ മാറ്റങ്ങൾക്കൊപ്പം അക്കാദമികമായ നിരവധി പദ്ധതികളും ഈ ഉയർത്തെഴുന്നേൽപ്പ് വർഷം പെങ്ങാമുക്ക് സ്കൂളിനെ വിജയവഴിയിലെത്തിച്ചു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രൗഢം പെങ്ങാമുക്കും റിഫ്ലക്ഷൻസും പോലുള്ള പദ്ധതികൾ വഴി തനി നാട്ടിൻപുറത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കാനെത്തുന്ന ഏറ്റവും സാധാരണക്കാരായ വിദ്യാർത്ഥികളെപ്പോലും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ചാനയിക്കുക തന്നെയായിരുന്നു സ്കൂൾ അധികൃതർ. നിരവധി രക്ഷിതാക്കളാണ് തങ്ങളുടെ മക്കളെ കഴിഞ്ഞ അധ്യയന വർഷം പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ അഡ്മിഷൻ എത്തിച്ചത്. ഇരട്ടിയിലേറെ കുട്ടികൾ ഒരൊറ്റ വർഷം കൊണ്ട് ഈ സ്കൂളിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞു. 350-ലേറെ കുട്ടികൾ ഇക്കഴിഞ്ഞ അധ്യയന വർഷം അഡ്മിഷൻ രംഗത്ത് ഈ സ്കൂളിൽ രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനമായി. അഡ്മിഷന്റെ കാര്യത്തിലുള്ള ആ വർധനവിൽ ഇക്കൊല്ലവും മാറ്റമില്ല എന്ന് മാത്രമല്ല, പുതിയ അഡ്മിഷന്റെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആകുമെന്ന് തന്നെയാണ് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ തീർച്ചയായും അവരിൽ പലരും തങ്ങളുടെ നാട്ടുമുറ്റത്ത് കഴിഞ്ഞ അധ്യയന വർഷം കൺമുന്നിൽ കണ്ട പുതിയ ഭൗതിക മാറ്റങ്ങളും പ്രൗഢം പെങ്ങാമുക്ക് പോലെയുള്ള സവിശേഷമായ പദ്ധതികളും കൊണ്ടാണെന്ന് നിസ്സംശയം പറയാം. അക്കാദമികവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനും പ്രാവീണ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന സമഗ്രമായ പഠനം വാഗ്ദാനം ചെയ്യുന്ന മികവിന്റെ വിദ്യാലയമെന്നാണ് പുതിയ കാലഘട്ടത്തിൽ ഈ സ്കൂളിന്റെ ടാഗ്ലൈൻ. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ സ്കൂൾ കുന്നംകുളം, പഴഞ്ഞി, ചങ്ങരംകുളം, നന്നമുക്ക്, കാട്ടകമ്പാൽ, വടുതല, ചമ്മണ്ണൂർ, ചിറക്കിൽ എന്നിങ്ങനെ നഗര ഗ്രാമഭേദമന്യേ നിരവധി തലമുറകളുടെ വിദ്യാഭ്യാസ അഭയകേന്ദ്രമായിരുന്ന പഴയ പ്രതാപകാലം തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇവിടെ ഉയർന്നിരിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ വമ്പൻ കെട്ടിടം സ്കൂളിന്റെ സിഗ്നേച്ചറായി ഇനി ഇവിടെ എത്തുന്ന തലമുറകളുടെ ഹൃദയത്തിലേറും. SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം നേടുന്ന ഈ സ്കൂളിൽ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ മികച്ച നിലവാരത്തിൽ ഒരുക്കുന്നുണ്ട്. ഏറെക്കാലത്തിനു ശേഷം ജില്ലാ യുവജനോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇവിടത്തെ കുട്ടികൾക്ക് ഇക്കൊല്ലം കഴിഞ്ഞു. ഫുഡ് ഫെസ്റ്റും കേരളപ്പിറവിയും ഓണം, ക്രിസ്മസ് ആഘോഷങ്ങളും വെക്കേഷൻ തോറുമുള്ള കായിക ക്യാമ്പുകളും മുതൽ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ആനിവേഴ്സറി ആഘോഷം വരെ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ തിരിച്ചു വന്നിരിക്കുന്നു. പെൺകുട്ടികളുടെ ജില്ലാ ഫുട്ബോൾ ടീമിലേക്ക് അണ്ടർ 14 വിഭാഗത്തിൽ വിദ്യാർത്ഥിനികൾ പ്രവേശനം നേടിയതും ഇക്കഴിഞ്ഞ വർഷമായിരുന്നു.
തായ്ക്കൊണ്ടോ, കരാട്ടെ വിഭാഗങ്ങളിൽ ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പല കുട്ടികളും ഇക്കഴിഞ്ഞ അധ്യയന വർഷം പെങ്ങാമുക്കിന്റെ സംഭാവനയാണ്. ഇത്തരം കായിക നേട്ടങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രോത്സാഹനം നൽകുന്ന പഴയ സ്കൂൾ ഗ്രൗണ്ട് മണ്ണിട്ട് വീതി കൂട്ടി ഉയർത്തി ഉപജില്ല, ജില്ലാ കായികമേളകൾക്കടക്കം പര്യാപ്തമാക്കിയതും ഇക്കഴിഞ്ഞ ഒരൊറ്റ അധ്യയന വർഷം കൊണ്ട് തന്നെയാണ്. വിശാലമായ കളിസ്ഥലവും ഹൈടെക് ക്ലാസ് മുറികളും വാഹന സൗകര്യവും വായനാമുറിയും ശാസ്ത്രഗണിത സാമൂഹിക ലാബുകളും IT ലാബും തുടങ്ങി പുതിയ കാലത്തെ വമ്പൻ അൺഎയ്ഡഡ് സ്കൂളുകളോട് എല്ലാ രീതിയിലും കിടപിടിക്കുന്ന ഒരു വിദ്യാലയം, അതും ഒരു പൊതുവിദ്യാലയത്തിനാണ് ഇവിടെ പുതുജീവൻ സമ്മാനിച്ചിരിക്കുന്നത് എന്നത് വലിയൊരു വിസ്മയം തന്നെയാണ്. ഏപ്രിൽ 27 ആദരണീയയായ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ സ്കൂൾ വാർഷികാഘോഷത്തിന്റെയും പുതിയ ബിൽഡിംഗിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ പെങ്ങാമുക്ക് ഹൈസ്കൂളിന്റെ ഈ അതുല്യമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ നേർസാക്ഷ്യം കേരളം മുഴുവനുമുള്ള പൊതുവിദ്യാലയ സംരക്ഷണത്തിന് ഊർജം പകരുക തന്നെ ചെയ്യും. പ്രൗഢം പെങ്ങാമുക്കിന്റെ ഏപ്രിൽ 27 ആഘോഷത്തിൽ നാടിന്റെ MLA ആയ ശ്രീ AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിൽ ലഭിക്കാൻ ഏതു ഗ്രാമത്തിലും ഉയർന്നു വരട്ടെ ഇതുപോലുള്ള പൊതുവിദ്യാലയങ്ങൾ.